ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ജേസിൻ്റെ ട്യൂട്ടോറിയൽ സീരീസിലുള്ള അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മുടെ നെക്സ്റ്റ് ജേസിൻ്റെ ബിഗിനിങ് സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വേരിയബിൾ ക്രിയേഷൻ, അതായത് ഓരോ വേരിയബിൾ എന്താണ്, വേരിയബിൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ലെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് കോൺസ്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും നമുക്ക് കോൺസ്റ്റ് എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോൺസ്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ വേരിയബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വേരിയബിൾ എന്നുള്ള പേരിൻ്റെ മീനിങ് തന്നെ വാരി ചെയ്തുകൊണ്ടിരിക്കുക, അതായത് മാറിക്കൊണ്ടിരിക്കുക, ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക. അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു സമയത്ത് നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ടെമ്പററി ആയിരിക്കും, നമുക്ക് ആ ഡാറ്റേനെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക. അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. പകരം കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരമായിട്ടുള്ള ഒരു വാല്യൂ ആണ് ആ മെമ്മറിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് കോൺസ്റ്റൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ചെറിയൊരു തിയറി പാർട്ട് ആദ്യം നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് തന്നെയാണ്, അതിൽ നമുക്ക് ഒന്നുകൂടെ അതൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ വേരിയബിൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഇതാണ്. കോൺസ്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കാം. നമുക്ക് ആ കോൺസ്റ്റൻറ്റിന് എന്താണോ പേര് വേണ്ടത് അത് കൊടുക്കുക, അതിലേക്കുള്ള ഒരു വാല്യൂ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രാക്ടിക്കലിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ പ്രൊജക്റ്റ് നമ്മൾ നേരത്തെ SAS തുടങ്ങിയ സമയത്തുള്ള പ്രൊജക്റ്റ് ഇവിടെ കാണാൻ പറ്റും. മൈ നെക്സ്റ്റ് ആപ്പ്, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. അപ്പോൾ നമുക്കിതിനൊന്ന് നമ്മുടെ എഡിറ്ററിൽ ഓപ്പൺ ആക്കാം. ഈ പ്രൊജക്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ എഡിറ്ററിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൊന്ന് ഓപ്പൺ ചെയ്തു. കോഡ് എൻ്റർ കൊടുക്കും, അല്ലെങ്കിൽ കോഡ് സ്പേസ് ഡോട്ടാണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കോഡ് സ്പേസ് ഡോട്ട്, അല്ലെങ്കിൽ കോഡ് എന്ന് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഓപ്പൺ ആയിട്ട് വരും. കോഡ് സ്പേസ് ഡോട്ട് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ടോപ്പിക്ക് നോക്കിയ ലെറ്റ് കീവേഡിൻ്റെ കോഡുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാനിപ്പോൾ തൽക്കാലം അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത്, കാരണം നമുക്ക് കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ലെറ്റ് കീവേഡ് ഞാൻ തൽക്കാലം അവിടെ നിന്ന് ഒഴിവാക്കി. ലെറ്റ് കീവേഡ് വേരിയബിൾസ് അവിടെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തൽക്കാലം നമ്മളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ലെറ്റ് യൂസ് ചെയ്ത കാര്യങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. സെലക്ട് ചെയ്തു, ഡിലീറ്റ്. അതുപോലെ തന്നെ താഴെ അതിൻ്റെ റെഫറൻസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോൺസ്റ്റ് കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എക്സാമ്പിളിൽ നേരത്തെ ചെയ്ത സെയിം, അതായത് ഏജ് ആണ് നേരത്തെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിരുന്നത്, അത് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ കോൺസ്റ്റ്, CONST, കോൺസ്റ്റ്. അപ്പോൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റ്. ഓക്കെ, ഇനി ഞാനിവിടെ ഏജ് എന്നുള്ളതിന് പകരം ഞാൻ മൈ ഏജ് എന്നാണ് കൊടുക്കുന്നത്. മൈ ഏജ് എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. ഞാനിവിടെ മൈ ഏജ് എന്ന് യൂസ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ മൈ ഏജ് തൽക്കാലം ഒരു 20 കൊടുക്കാം, 20 അല്ലെങ്കിൽ 25 കൊടുക്കാം. കോൾ ആവശ്യമാണെങ്കിൽ കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഒരു കോൺസ്റ്റൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. കോൺസ്റ്റ് മൈ ഏജ് 20. അപ്പോൾ ഇത് ഞാനിവിടെ നമ്മുടെ ബോഡിയിൽ റിട്ടേൺ ഫംഗ്ഷൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഡിമ്മായിട്ട് കാണിക്കുന്നത്. ഞാനിനി മൈ ഏജ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഈ ടാഗോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ടാഗ് യൂസ് ചെയ്യാം. ഹൈ മൈ ഏജ് ഈസ് ഒരു സല്യൂട്ടേഷൻ പോലെ ഒരു ഈക്വൽ ടു കൊടുക്കാം. അതിനുശേഷം ഡബിൾ കർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൈ ഏജ്. ഓക്കെ,
അപ്പോൾ അത്രയും കൊടുത്തു. ഇനി നമുക്കൊന്ന് സിമ്പിളായിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒന്ന് കൺട്രോൾ എസ് കൊടുത്ത് സേവ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നുള്ള കമാൻഡ് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? എന്താണ് കമാൻഡ് എന്നുള്ളത്? npm റണ്ണ് ഡേവ്. ഡേവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റ് മോഡിലാണുള്ളത്. അത് നമ്മൾ പ്രൊഡക്ഷൻ, അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ കമാൻഡ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെർവർ നമ്മുടെ ലോക്കൽ സെർവറിൽ തന്നെയാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഡേവ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെഷൻസിൽ നോക്കാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഡേവ് യൂസ് ചെയ്യുന്നു. എൻ്റർ കൊടുക്കുക. മറ്റേ എറേഴ്സൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഫോളോ ലിങ്ക്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റ് കീബോർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏജ് ആണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഏജ് എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിലുള്ള വാല്യൂ 20. ആ 20 അതേപോലെ നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സെർവറിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. ബ്രൗസർ ക്ലോസ് ചെയ്തു, സെർവറിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. Ctrl+C. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നത് ചെറിയൊരു ചേഞ്ച് വരുത്താണ്. നമുക്കൊരു കോൺസ്റ്റ് എന്നുള്ള കീബോർഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഏജ് = 20. അതിന് ഞാനൊരു 5 ഇൻക്രീസ് ചെയ്യാണ്. സോ മൈ ഏജ് = 25. ഞാൻ അസൈൻമെൻറ്റ് തന്നെ കൊടുക്കാം. 25 എന്നുള്ള രീതിയിൽ കൊടുത്തു. ഇനി ഒന്ന് സേവ് ചെയ്ത് Ctrl+S. നമുക്കിത് അവൈലബിൾ ആവുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ലോക്കൽ സെർവർ വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് എറേഴ്സ് ആണ്. അതായത് നമുക്കിവിടെ ഫയൽ ഹാസ് ഹാഡ് ആൻ എറർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കനോട്ട് റീഅസൈൻ ടു എ വേരിയബിൾ ഡിക്ലെയർഡ് വിത്ത് കോൺസ്റ്റ്. അവിടെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എറർ എന്താണെന്നുള്ളത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് കോൺസ്റ്റ് കീവേഡ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്ത വേരിയബിളിലേക്ക് നമുക്ക് റീഅസൈനിങ് പറ്റില്ല. റീഅസൈനിങ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. മൈ ഏജ് = 20. അപ്പോൾ ആ വേരിയബിളിലുള്ള ഡാറ്റ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് നമുക്കിവിടെ എറേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രൗസർ ഒന്ന് ക്ലോസ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ലൈൻ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും, അതായത് ഔട്ട്പുട്ടായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സെർവർ റണ്ണിങ് ആയിട്ടുണ്ട്. ഫോളോ ലിങ്ക് കൊടുക്കുക. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കോൺസ്റ്റ് ഓപ്പറേറ്റർ അല്ല കോൺസ്റ്റ് യൂസ് ചെയ്തിട്ട് കോൺസ്റ്റ് വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഇനി ഒരു വേരിയബിൾ കൂടെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു വേരിയബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു റിയൽ കോൺസ്റ്റൻ്റ് തന്നെ കൊടുക്കാം. അപ്പോൾ മൈ ഏജ് എന്ന് പറഞ്ഞൊരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഏജ് നമുക്ക് ഓരോ ഇയർലിയും ചേഞ്ച് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റ് അവിടെ യൂസ് ചെയ്യുന്ന വലിയ പ്രാധാന്യമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മാത്സിലൊക്കെയുള്ള ഒരുപാട് കീസ് ഉണ്ട്. സപ്പോസ് ഇപ്പോൾ പൈ, ഡെൽറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ വാല്യൂ, പൈയുടെയൊക്കെ വാല്യൂ നമുക്ക് കോൺസ്റ്റൻ്റ് തന്നെയാണ്, അതായത് യൂണിവേഴ്സലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രോഗ്രാമിൽ പൈയുടെ വാല്യൂ 3.14 യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് പൈയിലേക്ക് അസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. കോൺസ്റ്റ് പൈ എന്നുള്ള ഒന്നെങ്കിൽ PI അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ മൈ പൈ, അല്ലെങ്കിൽ PI ക്യാപിറ്റലായിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ PI ഓക്കെ = 3.14. ഇനി അതിനൊന്ന് ഡിസ്പ്ലേ ചെയ്യാണ്. ഈ വാല്യൂ ഓഫ് പൈ ഈസ് = കർലി ബ്രാക്കറ്റിൽ പൈ. ഓക്കെ, സേവ് ചെയ്തു. Ctrl+S സേവ് ചെയ്തു. ഇനി ഒന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. npm റണ്ണ് ഡേവ്. ഓക്കെ, ഫോളോ ലിങ്ക്. ഓക്കെ,
മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ കൊടുത്ത ഏജസ് ആ ഒരു ഡാറ്റ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ വാല്യൂ ഓഫ് പൈ ഈസ് 3.14. നമ്മുടെ പൈയുടെ വാല്യൂ നമുക്കവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റ് കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് കേസിൽ ഒരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യും. ബാക്കിയുടെ നമുക്ക് ഓരോ സമയങ്ങളിൽ വരുന്ന ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേരിയബിൾസിൻ്റെ ക്രിയേഷനും കാര്യങ്ങളൊക്കെ ഓരോ സമയത്തുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് ലെറ്റ് വേണോ അല്ലെങ്കിൽ കോൺസ്റ്റ് വേണോ ഈ രീതിയൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള ഓരോ പ്രോഗ്രാംസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ ചെയ്യുന്ന സമയത്ത് എറേഴ്സ് അതുപോലെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ഡേ സീരീസിലെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.